എല്ലാവർക്കും ശ്രീനാഥ് റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചപ്പാത്തിക്കും പൂരിക്കും ദോശയ്ക്കും ഒക്കെയുള്ള ഒരു സൈഡ് ഡിഷുമായിട്ടാണ്. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. ഇതിൻ്റെ പേര് ബോംബെ ചട്നി എന്നാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് കടലമാവ് ഒരു മിക്സിംഗ് ബൗളിൽ എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് വെക്കുകയാണ്. അതവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ ചൂട് കട്ടിയുള്ള ഒരു പാനിൽ 1 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കണം. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ പെരുംജീരകവും ഇട്ട് കൊടുക്കണം. ഈ കടുക് നന്നായി പൊട്ടിയ ശേഷം അതിലേക്ക് ഒരു 4 വെള്ളുള്ളി ചെറുതായി അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും ചെറുതായി അരിഞ്ഞ 2 പച്ചമുളകും ചേർത്ത് നന്നായി വഴറ്റണം. എന്നിട്ട് അതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും 1 സവാള ചെറുതായി അരിഞ്ഞതും ചേർക്കണം. ഈ സവാള നന്നായി വഴറ്റി ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്ന സമയത്ത് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്നുകൂടി വഴറ്റണം. ഇപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും ചെറുതായി അരിഞ്ഞ ഒരു തക്കാളിയും ചേർക്കണം. ഇത് കുറച്ച് നേരം ഒന്ന് വഴറ്റിയിട്ട് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് തക്കാളി നല്ല സോഫ്റ്റ് ആവണ വരെ വേവിക്കണം. ഇനിയിപ്പം നമ്മൾ വെള്ളത്തിൽ കലക്കി വെച്ചിരുന്ന കടലമാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. കുറച്ചും കൂടി വെള്ളം ചേർത്ത് അതൊന്ന് കുറുകി വരണ വരെ തിളപ്പിക്കണം. ഇപ്പോൾ ചെറുതായി അരിഞ്ഞ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് നന്നായി ഇളക്കി സ്റ്റവ് ഓഫ് ചെയ്യാം. ഇത് ചപ്പാത്തിക്കും പൂരിക്കും ദോശയ്ക്കും ഒക്കെ നല്ലൊരു സൈഡ് ഡിഷാണ്. ഇത് ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളെ അറിയിക്കണം.